ഹലോ, എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഞാനിന്ന് നല്ലൊരു ബീഫ് ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ബീഫ് ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു പിടി നാളികേരക്കൂത്തും അതുപോലെ തന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളിയുടെ പകുതി ചതച്ചെടുത്തതും വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വാടി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. അപ്പോൾ ഞാനിവിടെ വേവിച്ച ബീഫാണ് എടുത്തിട്ടുള്ളത്. അതായത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച ബീഫ്, ഒരു 1/4 കിലോ ബീഫ് വേവിച്ചാൽ എന്തോരം ഉണ്ടാവും അത്രേ എടുത്തിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. എനിക്കിവിടെ നാട്ടിൽ നിന്ന് അപ്പോൾ അമ്മയൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ബീഫ് നാട്ടിൽ നിന്ന് കൊണ്ടുവരും. ഇവിടുത്തെ ദുബായിലെ ബീഫ് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നാട്ടിലത്തെ ബീഫ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാനിങ്ങനെ പാക്കറ്റിലായിട്ട് വേവിച്ച ബീഫ് ഒരു 1 മന്തൊക്കെ ഞാൻ ചിലപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഫ്രീസറിൽ. അപ്പോൾ ഇടയ്ക്ക് ഓരോ പാക്കറ്റ് എടുത്തിട്ട് ഞാൻ ഒരു കൊതി തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കറിയായിട്ടും ബീഫ് റോസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നന്നായിട്ട് പച്ചമണം മാറി വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയെന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു 2 ചെറിയ സബോള 2 അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ സബോള നല്ലതായിട്ട് വാടിയിട്ട് വരണം. ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് ആവണ്ട, എന്നാൽ നല്ലതായിട്ട് വാടി ഒരു ചില്ല പരുവെന്നൊക്കെ പറയില്ലേ, അതുപോലെ വാടി വരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സബോളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കാരണം നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂക്ഷിക്കണം. സബോളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 ടീസ്പൂൺ പെരുംജീരകവും 3 ഏലക്കായ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും വളരെയധികം നമ്മുടെ ബീഫ് റോസ്റ്റിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ, പെരുംജീരകം എന്ന് പറയുന്നത്. അപ്പം പെരുംജീരകത്തിൻ്റെ ഫ്ലേവറും ഈ ഏലക്കായുടെ ഫ്ലേവറും നമ്മുടെ ബീഫിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇതിടാൻ മറക്കരുത്. ഞാനപ്പോൾ സോട്ട് ചെയ്യുന്ന സവോള സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തത്. എല്ലാം നമുക്ക് ആദ്യമേ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആദ്യമേ പെരുംജീരകവും നമുക്ക് ഏലക്കായ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. ഇനി ഇത് നല്ലതായിട്ട് വാടി വന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ചതമുളകില്ലേ അത് ചതച്ചത് 1 ടീസ്പൂണും, അതുപോലെ തന്നെ കുരുമുളക് 1 ടീസ്പൂൺ, പിന്നെ നമ്മുടെ മസാലപ്പൊടി ഒരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കാറുള്ളത്. എല്ലാം നിങ്ങൾക്ക് ഒരു ചെറിയൊരു കുഴമ്പ് പരുവത്തിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തക്കാളി ആഡ് ചെയ്യാറില്ല. ബീഫ് ഡ്രൈ റോസ്റ്റ് ഒന്നും ഉണ്ടാക്കുമ്പോൾ തക്കാളി ആഡ് ചെയ്യാറില്ല. അല്ല, ഒരു കുഴമ്പ് പരുവത്തിലാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല പച്ചമണമൊക്കെ പോയി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം വേണം. തിളച്ച വെള്ളം ഒരു 3-4 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കുഴമ്പ് പരുവത്തിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഞാൻ നല്ലതായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ ബീഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയും നമ്മുടെ ബീഫും കൂടി നന്നായിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കണം. ഈ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ, ഞാനത് എൻ്റെ ക്ലിപ്പ് മിസ്സായിപ്പോയി, കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ച് ആവിയിൽ ആ ഒരു ഫ്ലേവർ നമ്മുടെ ബീഫിലേക്ക് ഇറങ്ങുന്ന വരെ മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് കുറച്ച് നേരം വെന്തതിന് ശേഷം അതിലേക്ക് 2 പിഞ്ച് ജീരകമില്ലേ, നല്ല ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ അവസാനത്തെ 1-2 ക്ലിപ്സ് മിസ്സായിപ്പോയി. അതാണ് ആ ജീരകം ഇടുന്നതെന്ന് കാണിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രൈ ആക്കി നോക്കുക, അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം M4 Foodie.